സാർ, ഇവിടെ അവതരിപ്പിച്ച ധനാഭ്യർത്ഥനകളെ ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. സാർ, ഇന്ന് ഇവിടെ വിദ്യാഭ്യാസം, കായികം, വിനോദം, കല, സംസ്കാരം, തൊഴിലും തൊഴിലാളിക്ഷേമവും പ്രവാസിക്ഷേമം എന്നീ വകുപ്പുകളുടെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സമയക്കുറവ് മൂലം ഇടുക്കി ജില്ലയുടെ സംസ്ഥാനത്തിലെയും തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ സങ്കീർണമായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് കൂടുതലായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. തോട്ടം തൊഴിലാളികളുടെ വിരമിക്കൽ പ്രായം 58 വയസ്സിൽ നിന്ന് 60 ഉയർത്തിയതിനും വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഇതുവരെ 2764.37 കോടി നൽകിയതിനും LDF സർക്കാരിന് ഈ വേളയിൽ അഭിവാദ്യം അറിയിക്കുന്നു. ഗ്രാമീണ തൊഴിലാളികളുടെ പ്രതിദിന വേതനത്തിൽ കേരളം ഒന്നാമതാണ് എന്നും കാർഷികേതര നിർമ്മാണ മേഖലകളിൽ ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയിലധികം കൂലി നൽകുന്നതും രാജ്യത്ത് ഏറ്റവും കൂടുതൽ മേഖലകളിൽ മിനിമം വേതനം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമെന്നതും തൊഴിലാളികളുടെ ക്ഷേമത്തിന് LDF സർക്കാർ ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ചിട്ടുള്ള പ്ലാന്റേഷൻ റിലീഫ് ഫണ്ട് കമ്മിറ്റി മുഖേന പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് വിവിധ ധനസഹായങ്ങളും വിവാഹ ധനസഹായം, വിദ്യാഭ്യാസ ധനസഹായം, മരണാനന്തര ധനസഹായം, ഭാഗികമായോ പൂർണ്ണമായോ അംഗവൈകല്യം സംഭവിച്ച തൊഴിലാളികൾക്ക് നൽകുന്ന ധനസഹായം, ചികിത്സാ ധനസഹായം, പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ മക്കൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ധനസഹായം, കൂടാതെ സ്വാശ്രയാടിസ്ഥാനത്തിൽ പഠിക്കുന്ന തൊഴിലാളികളുടെ മക്കൾക്ക് ഒറ്റത്തവണയായി വിദ്യാഭ്യാസ ധനസഹായം എന്നിവ തൊഴിലാളികൾക്ക് നൽകുവാൻ മുൻകൈയെടുത്ത സംസ്ഥാന സർക്കാരിനും വകുപ്പ് മന്ത്രിക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സർ, സംസ്ഥാനത്ത് തോട്ടം തൊഴിലാളികളുടെ ലേബർ ലയങ്ങളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിന് നടപടി ആരംഭിച്ചത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. തോട്ടം മേഖലയിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ പലതും കാലപ്പഴക്കം മൂലം വാസയോഗ്യമല്ലാതായതിനാൽ മേപ്പടി ലയങ്ങൾ പൊളിച്ചുമാറ്റി 2 കിടപ്പുമുറികളുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കണമെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് കൃഷ്ണൻ നായർ കമ്മീഷൻ ശുപാർശ പരിഗണിച്ചുകൊണ്ട് സർക്കാർ അംഗീകരിച്ച പ്ലാന്റേഷൻ നയത്തിൽ തോട്ട ഉടമകളുടെ സഹകരണത്തോടെ തോട്ടം തൊഴിലാളികൾക്ക് സ്വന്തം വീട് എന്നത് യാഥാർത്ഥ്യമാക്കുക എന്ന് വിഭാവന ചെയ്തിരുന്നു. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ തോട്ടം മേഖലയിലെ ഭവനരഹിതരായ എല്ലാ തൊഴിലാളികൾക്കും സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫിൽ ഉൾപ്പെടുത്തി 37,452 തൊഴിലാളികളുടെ ലിസ്റ്റ് ഭവനം ഫൗണ്ടേഷന് സമർപ്പിക്കുകയും ചെയ്തത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. 2023-24-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളുടെ പുനരുദ്ധാരണത്തിനായി 20 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിനായി ലയങ്ങൾ നവീകരിക്കുന്നതിനും തോട്ട ഉടമയുടെ സഹായത്തോടെ ലയങ്ങളുടെ പുനരുദ്ധാരണം നടത്തുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് ഹാരിസൺസ് മലയാളം കമ്പനിയുടെ വക വളാടി എസ്റ്റേറ്റിൽ 1-ാം ഡിവിഷനിൽ തൊഴിലാളികളുടെ 6 തൊഴിലാളി കുടുംബങ്ങളുടെ വീടുകൾ നിലം പറ്റിയത്. അവർക്ക് പകരം താമസ സൗകര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്വം മാനേജ്മെൻറ്റിനുണ്ട്. കാലങ്ങളായി ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്താതെ തകർന്നു വീണുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൽ സർക്കാർ ഗൗരവമായി ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബോണക്കാട് എസ്റ്റേറ്റിൽ പുതുക്കിപ്പണിയാവുന്ന നിലയിൽ 42 ലയങ്ങളുടെ പുനരുദ്ധാരണം നടത്തുന്നതിനു വേണ്ടിയുള്ള ജില്ലാ കളക്ടർ മുഖേന നൽകിയിട്ടുള്ള റിപ്പോർട്ടും ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ പൂട്ടിക്കിടക്കുന്ന കോട്ടമല, വാഗമൺ, ബോണാമി തോട്ടങ്ങളിലെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനും പുതുതായി നിർമ്മിക്കുന്നതിനുമായി കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രം മുട്ടം മുഖേന നൽകിയിട്ടുള്ള റിപ്പോർട്ട് പരിശോധിച്ചും ശുപാർശ അംഗീകരിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അടച്ചിട്ടുള്ള തോട്ടങ്ങളുടെ ചർച്ചകൾ തുറക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ വളരെ സജീവമാക്കി നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 2000 ഡിസംബർ 23 മുതൽ തോട്ട ഉടമകൾ ഉപേക്ഷിച്ചു പോയ തോട്ടങ്ങളാണ് ഇപ്പോഴും അവിടെ 4 തോട്ടങ്ങൾ അടഞ്ഞു കിടക്കുന്നത്. ഇത്തരം തോട്ടങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് ഏതെങ്കിലും ഏജൻസിയെ കൊണ്ട് നടത്തിക്കുകയോ അതല്ലെങ്കിൽ സഹകരണ സംഘങ്ങൾ വഴി തോട്ടം തുറന്നു പ്രവർത്തിപ്പിക്കുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. സർ, ഭൂപരിഷ്കരണ നിയമപ്രകാരം തോട്ടം ഭൂമിയുടെ പരിരക്ഷ നേടിയിട്ടുള്ള പീരുമേട്ടിലെ MMJ പ്ലാന്റേഷൻസ് വക കോട്ടമല, ബോണാമി എസ്റ്റേറ്റുകളും പീരുമേറ്റ് കമ്പനിയുടെ വക ചീന്തലാർ ലോണ്ടറി എസ്റ്റേറ്റുകളും കഴിഞ്ഞ 24 വർഷമായി ആയിരക്കണക്കിന് ഏക്കർ തോട്ടഭൂമി യാതൊരുവിധ കൃഷിയും ചെയ്യുവാനോ തൊഴിലാളികൾക്ക് നൽകുവാനോ നടപടി സ്വീകരിക്കാതെ ഉപേക്ഷിച്ചു പോയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നിലവിലെ പല തോട്ടങ്ങളും
ഭൂമി കൈവശപ്പെടുത്തുകയും ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കൃഷി ചെയ്യാതെ തരിശു ഭൂമിയായി കിടക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. തോട്ട ഉടമകളുടെ ഈ തെറ്റായ നടപടിയിലൂടെ സർക്കാരിന് ലഭിക്കേണ്ട നികുതി ലഭിക്കാതെ വരികയും കാർഷിക മേഖലയുടെ ഉൽപ്പാദനക്ഷമത കുറയ്ക്കുവാനും രാജ്യത്തെ ജനങ്ങൾക്ക് തൊഴിലവസരം ലഭിക്കാതെ വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആയതിനാൽ ഇത്തരം ഭൂമികൾ സർക്കാർ ഏറ്റെടുക്കുകയോ തൊഴിലാളികളുടെ സഹകരണ സംഘങ്ങൾ രൂപീകരിച്ച് അവരെ ഏൽപ്പിക്കുവാനോ നിയമനിർമ്മാണം നടത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ നമ്മുടെ സ്കൂളുകളുടെ നവീകരണത്തെക്കുറിച്ചും മറ്റും നിരവധിയായ നിർദ്ദേശങ്ങൾ ഇവിടെ വന്നു. എന്നാൽ ഈ സ്കൂളുകളിൽ പാചകത്തൊഴിലാളികളായി ജോലി ചെയ്യുന്ന ആയമാർക്ക് കഞ്ഞിയമ്മയെന്നാണ് സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ അവരെ വിളിക്കാറുള്ളൂ. അവർക്ക് കൃത്യസമയത്ത് ശമ്പളം നൽകുന്നതിനോ അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്നതിനോ തയ്യാറാകുന്നില്ല. വളരെ അടിയന്തരമായും അവരുടെ തീരെ പട്ടിണിപ്പാവങ്ങളായവരുടെ ഈ ആവശ്യം അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നമ്മുടെ തോട്ടം മേഖലയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ വളരെ ഗൗരവതരമായ രീതിയിലുള്ള ചർച്ചകൾ തോട്ടം മാനേജ്മെൻറ്റിനെയും തൊഴിലാളി സംഘടനകളെയും വിളിച്ചു ചേർത്ത് നടത്തണമെന്നും അതല്ലാത്ത പക്ഷം വളരെ ഗുരുതരമായ സാഹചര്യം തോട്ടം മേഖലയിൽ ഉണ്ടാകുമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ പ്രത്യേക താല്പര്യമെടുത്ത് പ്രവർത്തിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ദീർഘമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സമൂലമായ മാറ്റം ആ മേഖലയിൽ കൊണ്ടുവരുവാൻ ബഹുമാനപ്പെട്ട മന്ത്രി പ്രസാദിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഈ ബില്ലിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.